Okay, first problem. നമുക്ക് നോക്കാം. A blacksmith supervisor in his workshop is considering how he should assign 4 jobs to 4 workers. എത്ര ജോലിക്കാരുണ്ട് മക്കളെ? 4 jobs to 4 workers. അല്ലേ? He wants to assign in such a manner that total time of job shall be least. Question. അതായത് OMലെ കേസ് ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആയിട്ട് വായിക്കും. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആൻസർ ചെയ്യാൻ പറ്റുന്നത്. സോ സമയമാണ് അല്ലേ. അപ്പൊ സമയം എന്ന് പറയുന്ന ടൈം ഇവിടെ ലീസ്റ്റ് തന്നിട്ടുണ്ട്, മിനിമം. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുത്, മിനിമം അല്ലെ. അപ്പൊ പ്രോബ്ലം എന്തുവാ? ഓഫ് മിനിമൈസേഷൻ ആണ്. പ്രോബ്ലം എന്താണ്? മിനിമൈസേഷൻ. Based on previous experience, he has information of time taken by 4 workers in performing the job which is given below. ചെയ്യണം ഓരോരുത്തരും അല്ലെ ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ് ആണ്. ഒന്നാമത്തെ വർക്കർ എ എന്ന് പറഞ്ഞ ജോബ് ചെയ്യാൻ എത്ര സമയം എടുക്കും? നമുക്കിത് മിനിറ്റ്സ് ആണെന്ന രീതി കൺസിഡർ ചെയ്യാം. മിനിറ്റ്സ് അല്ലെ. എത്ര സമയം എടുക്കും? 46 മിനിറ്റ്. അതേ ആൾ ഒന്നാമത്തെ ആൾ ബി എന്ന് പറഞ്ഞ ജോബ് ചെയ്യാനോ 40 മിനിറ്റ്. ഒന്നാമത്തെ ആൾ സി എന്ന് പറഞ്ഞ ജോബ് ചെയ്യാനോ 51 മിനിറ്റ്. ഒന്നാമത്തെ ആൾ ഡി എന്ന് പറഞ്ഞ ജോബ് ചെയ്യാനോ 68 മിനിറ്റ്. രണ്ടാമത്തെ ആള് എ ചെയ്യാൻ 57. രണ്ടാമത്തെ ആള് ബി ചെയ്യാൻ 42. രണ്ടാമത്തെ ആള് സി ചെയ്യാൻ 63. ഡി ചെയ്യാൻ 55. മൂന്നാമത്തെ ആള് എ ചെയ്യാൻ 49. ബി ചെയ്യാൻ 53. സി ചെയ്യാൻ 48. ഡി ചെയ്യാൻ 64. നാലാമത്തെ ആള് എ ചെയ്യാൻ 41. ബി ചെയ്യാൻ 45. അതേസമയം സി ചെയ്യാൻ 61. ഡി ചെയ്യാൻ എത്രയാണ്? 55. അപ്പം സോൾവ് ദി അസൈൻമെന്റ് പ്രോബ്ലം ഫോർ ഒപ്റ്റിമൽ സൊല്യൂഷൻ യൂസിങ് ഹംഗേറിയൻ മെത്തേഡ്. ഹംഗേറിയൻ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? ഹംഗേറിയൻ മെത്തേഡ് നമ്മൾ പഠിക്കുന്ന അസൈൻമെന്റ് മെത്തേഡാണ് അല്ലെ. യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ആൻസറിലോട്ട് കിടക്കാൻ പോവാണ്. ആ സമയത്താണ് നമുക്ക് ഏത് ആവശ്യം വരുന്നത്? ഈ സ്റ്റെപ്പുകൾ ആവശ്യം വരുന്നത്. ഓക്കെ, ഈ സ്റ്റെപ്പുകൾ മൊത്തം ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഈച്ച് ലൈൻ ബൈ ലൈൻ ഈ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ളിടത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തോ അസൈൻമെന്റില്, കൺസിഡർ വെദർ ദി പ്രോബ്ലം ഈസ് പ്രോബ്ലം ഓഫ് മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ. ഒന്നാമത്തെ കേസ് എന്തുവാ? പ്രോബ്ലം മാക്സിമൈസേഷൻ ആണോ മിനിമൈസേഷൻ ആണോ എന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അതിന് എന്ത് ചെയ്യണം? നമ്മൾ ബോധം ഉപയോഗിക്കണം, ബുദ്ധി ഉപയോഗിക്കണം. ഈ ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. നോക്കിയേ, ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കണം. ബ്ലാക്ക് സ്മിത്ത് സൂപ്പർവൈസർ ആണ് അല്ലെ. ജോബ് 4 വർക്കേഴ്സ് ഉണ്ട്. യെസ്, ഹി വാണ്ട് ടു അസൈൻ ഇൻ സച്ച് എ മാനർ ദാറ്റ് ടോട്ടൽ ടൈം ഓഫ് ജോബ് ഷാൽ ബി ലീസ്റ്റ്. ടൈം ആണ്, സമയം കുറവായിരിക്കണം. ലീസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ഇനി ടൈം എന്നേ തന്നിട്ടുള്ളെങ്കിൽ പോലും ടൈം എന്ന് പറയുന്ന സമയം കൂടുതൽ എടുക്കാനുള്ള അല്ല കോസ്റ്റിംഗ് ആംഗിളിൽ അല്ലെ. കുറഞ്ഞ സമയം കൊണ്ട് തീർക്കണം. മിനിമൈസേഷൻ. അപ്പൊ ഒന്നാമത്തെ കേസ് നമുക്ക് കിട്ടി. പ്രോബ്ലം മാക്സിമൈസേഷൻ ആണോ മിനിമൈസേഷൻ? മാക്സിമൈസേഷൻ ആണോ മിനിമൈസേഷൻ ആണോ? യെസ്, ദിസ് ഈസ് പ്രോബ്ലം ഓഫ് വാട്ട് ഈസ് ദിസ്? മിനിമൈസേഷൻ. പ്രോബ്ലം എന്താണ്? മിനിമൈസേഷൻ. യെസ്, മിനിമൈസേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ തിയറി പറയുന്നത്? ഇഫ് ദ പ്രോബ്ലം ഈസ് ഓഫ് മിനിമൈസേഷൻ ആണെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ വിത്തൗട്ട് എനി അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലാതെ, അഡ്ജസ്റ്റ്മെന്റ് നടത്താതെ കണ്ടിന്യൂ ചെയ്യാം. മാക്സിമൈസേഷൻ ആയിരുന്നെങ്കിലോ അഡ്ജസ്റ്റ്മെന്റ് വന്നേനെ, റിലേറ്റീവ് ലോസ് മെട്രിക്സ് ഉണ്ടാക്കേണ്ടി വന്നേനെ. അപ്പൊ ഈ പോയിന്റ് ഇപ്പൊ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഏതാ? മിനിമൈസേഷൻ ആണ്. യു ക്യാൻ കണ്ടിന്യൂ വിത്തൗട്ട് എനി അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ സ്റ്റെപ്പ് 1 കിട്ടി അല്ലെ. സ്റ്റെപ്പ് 1 കിട്ടി. പ്രോബ്ലം എന്താ? മിനിമൈസേഷൻ പ്രോബ്ലം. മാക്സിമൈസേഷൻ ആണോ? അല്ല. സ്റ്റെപ്പ് 2 എന്താ? സ്റ്റെപ്പ് 2 വരുന്നത് സ്റ്റെപ്പ് 2 റോ ഓപ്പറേഷൻ. എന്താ സ്റ്റെപ്പ് 2? The problem first one, problem is of
മിനിമൈസേഷൻ കിട്ടി. സ്റ്റെപ്പ് 2 എന്ത് ചെയ്യുക? റോ ഓപ്പറേഷൻ ചെയ്യുക. എങ്ങനെയാ റോ ഓപ്പറേഷൻ ചെയ്യുന്നത് അറിയാവോ? നോക്കിയേ, കൺസിഡർ ദ മിനിമം വാല്യൂ ഇൻ ഈച്ച് റോ ആൻഡ് സബ്സ്ട്രാക്ട് ദാറ്റ് മിനിമം വാല്യൂ ഫ്രം ഈച്ച് എമൗണ്ട് ഗിവൺ ഇൻ ദാറ്റ് പർട്ടിക്കുലർ റോ. റോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മക്കളെ? ഇത് എന്താണ്? ദിസ് ഈസ് കോളം. ഈ താഴോട്ട് വരുന്നത് നമ്മൾ എന്ത് വിളിക്കും? ഇതിനെ കോളം എന്ന് നമ്മൾ വിളിക്കും. റോ എന്ന് പറയുമ്പോഴോ ഇങ്ങനെ പോകുന്നതാ റോ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, ഇതാണ് ഏത് വരുന്നത്? റോ. അപ്പം റോ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ദി മിനിമം വാല്യൂ. ഓരോ റോയും എടുക്കുക. അപ്പൊ നമുക്ക് ടേബിൾ എഴുതണം അല്ലേ? നമുക്ക് എന്ത് എഴുതണം? ടേബിൾ എഴുതണം. ഇവിടെ എന്താ വരുന്നത്? ജോബ് അല്ലേ? ഏതൊക്കെയാ ജോബ് ഉള്ളത്? എ, ബി, സി ആൻഡ് ഡി. വർക്കർ ഇവിടെ ആരാ ഉള്ളത്? ഇത് ജോബ്. ഇവിടെ ആരുണ്ട്? വർക്കർ ഉണ്ട്. വർക്കർ ഏതാ? 1 2 3 4. നമ്മളിപ്പോ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? വി ആർ ഡൂയിങ് റോ ഓപ്പറേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? റോ ഓപ്പറേഷൻ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മെറ്റീരിയൽ നോക്കി എന്താ ചെയ്യേണ്ടത്? കൺസിഡർ ദി മിനിമം വാല്യൂ ഇൻ ഈച്ച് റോ. ഓരോ റോയും ചെയ്യണം. യെസ്, ഈ റോ എടുക്കുക, അതിലെ ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക. ഏതാ? 46 ആണോ? അല്ല. 51 ആണോ? അല്ല. 68 ആണോ? അല്ല. ഏതാ ഏറ്റവും ചെറുത്? 40 ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യയായ 40 എടുത്തു. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഫാർ സോ ഗുഡ്. ഓക്കെ, ഇനി ബാക്കി എന്താ പറയുന്നത്? ആൻഡ് സബ്സ്ട്രാക്ട് ദാറ്റ് മിനിമം വാല്യൂ ഫ്രം ഈച്ച് എമൗണ്ട് ഗീവൺ ഇൻ ദാറ്റ് പർട്ടിക്കുലർ റോ. എന്ത് ചെയ്യുക? എന്താ ചെയ്യേണ്ടത്? ഈ റോയിലെ എല്ലാ സംഖ്യയിൽ നിന്ന് ഈ ചെറിയ സംഖ്യ കുറയ്ക്കുക. 46 മൈനസ് 40, 40 മൈനസ് 40, 51 മൈനസ് 40, 68 മൈനസ്. ഓക്കെ, നോക്കാം. 46 മൈനസ് 40 എത്ര വരും? 6. ഒന്നാമത്തെ കേസ് എത്ര വരും? 6. രണ്ടാമത്തെ കേസോ? 40 മൈനസ് 40. ഇവിടെ ഒരു ഇത് വരച്ചു വെക്കാം മനസ്സിലാവാനുള്ള എളുപ്പത്തിന്. ഈ റോയ ചെയ്യും. രണ്ടാമത്തെ ഏതാണ്? 40 മൈനസ് 40 എത്ര വരും? 0. അതിൽ നിന്നും കുറയ്ക്കണം. മൂന്നാമത്തെ ഏതാണ്? മൂന്നാമത്തെ 51 മൈനസ് 40 എത്ര വരും? 11. നാലാമത്തെ ഏതാണ്? 68 മൈനസ് 40 എത്ര വരും? 28 വരും. ഓക്കെ, അടുത്ത റോ എടുക്കുക. അപ്പൊ ഒന്നാമത്തെ റോ കഴിഞ്ഞു. ഇതുപോലെ എല്ലാ റോയും ചെയ്യുക. രണ്ടാമത്തെ റോ ഏതാണ്? രണ്ടാമത്തെ റോ. ഈ രണ്ടാമത്തെ റോയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ സംഖ്യ 57 ആണോ? അല്ല. 63 ആണോ? അല്ല. 55 ആണോ? അല്ല. ഏതാ? 42. അതിനെ എന്ത് ചെയ്യുക? എല്ലാത്തിൽ നിന്നും കുറയ്ക്കുക. 42 മൈനസ് 57 15. എത്ര വരും? 15. 42 മൈനസ് 42 0. അടുത്തത് എത്ര വരും? 63 മൈനസ് 42 21 വരും. എത്ര വരും? അടുത്തത് എത്ര വരും? എത്ര വരും? 55 മൈനസ് 42 എത്ര വരും? 13. ശരിയല്ലേ? 42ഉം 15ഉം 57 0. 42ഉം 21, പിന്നെ 42ഉം 13. ഓക്കെ, ഫൈൻ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് റോ, അടുത്ത റോയിലോട്ട് നമ്മൾ പോവാം. ഏതാണ്? ഏറ്റവും ചെറുതേതാ? ഞാൻ ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ? ഏതാ? 48 ചെറുത്. ഏറ്റവും ചെറുതേതാ? 48. അപ്പൊ ഇവിടെ 48 കുറയ്ക്കുമ്പം ഇവിടെ 1 വരും. ഇവിടെയോ 48 കുറയ്ക്കുമ്പം 5 വരും. ഇവിടെ 0 ആകും. 48 മൈനസ് 0, സോറി 48 0 ആകും. ഇതോ 16 ആകും. 64 മൈനസ് 48 16. അപ്പൊ എത്ര വരും? 1 5 0 16. 1 5 0. ഓക്കെ, നെക്സ്റ്റ് വൺ. സാറേ കഴിഞ്ഞോ? ഹലോ, ഇനി ഓർമ്മോടില്ലേ? യെസ്. ഏതാണ്? നാലാമത്തെ. ഇതിലേറ്റവും ചെറുതേതാ? ഇതിലേറ്റവും ചെറുതേതാ? 41. 41 മൈനസ് 41 എത്ര വരും? അടുത്തത് 41 മൈനസ് 45, സോറി
45 മൈനസ് 41 4 വരും. അടുത്ത എത്ര വരും? 41 മൈനസ് 61 മൈനസ് 41 ഈ തന്നേക്കുന്നതിൽ നിന്ന് കുറയ്ക്കുക അല്ലേ. സോ 61 മൈനസ് 41 എത്ര വരും? 20 വരും. അടുത്തതോ 55 മൈനസ് 41 എത്ര വരും? 14 വരും. ഇതാണ് ഒന്നുകൂടെ ചെക്ക് ചെയ്തേക്കാം. ക്രോസ് ചെക്ക് എപ്പോഴും ചെയ്യണം. ഞാനാണെങ്കിൽ ശരി, നിങ്ങളാണെങ്കിലും ശരി അല്ലേ. ആൻസർ നമുക്ക് അറിയാവുന്നതായിരിക്കണം. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാലോ ഒന്ന് നോക്കിയേരെ. 41 മൈനസ് 41 0 4 20 14 0 4 20 14. ഏത് കഴിഞ്ഞു? ഏത് സ്റ്റെപ്പ് കഴിഞ്ഞു? നമ്മൾ റോ ഓപ്പറേഷനും കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഡു കോൾ ഓപ്പറേഷൻ. നെക്സ്റ്റ് വൺ എത്രയാണ്? സ്റ്റെപ്പ് 3. അടുത്ത സ്റ്റെപ്പ് എത്രയാണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് 1 കഴിഞ്ഞു, സ്റ്റെപ്പ് 2 കഴിഞ്ഞു, സ്റ്റെപ്പ് 3. എന്താ സ്റ്റെപ്പ് 3? ഇങ്ങനെ എല്ലാ കേസിലും സ്റ്റെപ്പ് ഒന്നും എഴുതണമെന്നില്ല കേട്ടോ. ഞാനൊന്ന് പഠിക്കാൻ വേണ്ടി തരുവാണ്. അല്ലെങ്കിൽ എഴുതി വെച്ചോ, അല്ലെ ജസ്റ്റ് ഹെഡിങ് കൊടുത്താൽ മതി. ലൈക്ക് ഫസ്റ്റ് വൺ പ്രോബ്ലം ഈസ് മിനിമൈസേഷൻ, രണ്ടാമത്തേത് റോ ഓപ്പറേഷൻ, എന്നിട്ട് എഴുതുക കോൾ ഓപ്പറേഷൻ എഴുതുക. ഞാനിവിടെ തരുവാണ്. ഡു എന്ത്? കോളം ഓപ്പറേഷൻ. ഡു കോളം ഓപ്പറേഷൻ. എന്താ ചെയ്യേണ്ടത്? കോൾ ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ റോ കഴിഞ്ഞു. അടുത്ത ഏതാണ്? കോളം ഓപ്പറേഷൻ. ഹൗ വി വിൽ ഡു ദിസ് കോൾ ഓപ്പറേഷൻ? നോക്കിയേ. കൺസിഡർ ദി മിനിമം വാല്യൂ ഇൻ ഈച്ച് കോളം ആൻഡ് സബ്സ്ട്രാക്ട് ദ മിനിമം വാല്യൂ ഫ്രം ഈച്ച് എമൗണ്ട് ഗിവൺ ഇൻ പർട്ടിക്കുലർ കോളം. എന്ത് ചെയ്യുക? റോ എടുത്തു, അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഓരോ കോളം എടുക്കുക. ആ കോളത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ ഇപ്പൊ നമ്മൾ റോ ഓപ്പറേഷൻ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ളതിൽ നിന്ന് കുറയ്ക്കുക. അപ്പൊ സാറേ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്താൽ പോരെ? അല്ലല്ലോ മക്കളെ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ റോ ഓപ്പറേഷൻ ചെയ്തു. ഇനി അടുത്ത കോൾ ഓപ്പറേഷൻ ചെയ്യുന്നത് എവിടെയാണ്? ഈ തന്നിരിക്കുന്നതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോൾ ഓപ്പറേഷൻ ചെയ്യുന്നു. റോ ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് വൺ അതെടുത്തു. കഴിഞ്ഞ ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു അല്ലേ. ഒന്ന് നമ്മൾ എവിടെ നിന്ന് എടുത്താൽ മതി? ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്താൽ മതി. ബാക്കി പിന്നെ അത് ചെയിൻ ആയിട്ട് പൊക്കോളും അല്ലേ. അപ്പൊ ഇത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫോർ ദിസ് കൺസിഡർ ദി മെട്രിക്സ് വിച്ച് ഹാസ് അറൈവ്ഡ് ആഫ്റ്റർ ഡൂയിങ് റോ ഓപ്പറേഷൻ എബോ മെട്രിക്സ് ഇൻ സ്റ്റെപ്പ് 2. അല്ലേ. അപ്പൊ കോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പോയിട്ട് ഇവിടെ കിടന്ന് താത്തയ്യത്വം കളിച്ചാൽ മതിയോ? താത്തയ്യത്വം ഒന്നും കളിക്കുന്നില്ല. എന്നാൽ ഇവിടെ കിടന്ന് ഓടുക, അതെടുക്കുക, ഇതെടുക്കുക ചെയ്യുക അല്ല. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഓൾറെഡി നമ്മൾ ചെയ്തെത്തിയില്ലേ. ഇതിന്റെ ബാക്കിയാണ്. ഓരോ കോളത്തിലെയും ഏറ്റവും ചെറിയ സംഖ്യ എന്ത് ചെയ്യുക? ആ കോളത്തിലെ ബാക്കിയുള്ള സംഖ്യ ഒന്ന് കുറയ്ക്കുക. ഓക്കെ സാർ, നമുക്ക് ചെയ്യണമല്ലോ. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? ഇതുപോലെ എഴുതണം അല്ലേ. ഏതാണ്? ജോബ് എ, ബി, സി. ഇതെന്തുവാണ്? ദിസ് ഇസ് ജോബ് അല്ലേ. ഇവിടെയോ ആരുണ്ട്? വർക്കർ ഉണ്ട്. അതേ സൈഡിൽ ഇവിടെ ഇങ്ങനെ എഴുതാം വർക്കർ. ഞാൻ ചരിച്ച് വെച്ച് വീണ്ടും എഴുതണ്ടേ? ജസ്റ്റ് എഴുതി വെച്ചേക്കുന്നേ ഉള്ളൂ. വർക്കർ ആരൊക്കെയാണ്? 1 2 3 and 4. ഓക്കെ. എവിടുന്ന എടുക്കണ്ടേ സാർ? ഇത് എഴുതുമ്പം ഈ തന്നേക്കുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. എവിടുന്ന എടുക്കേണ്ടത്? ഈ രണ്ടാമത്തെ സ്റ്റെപ്പില്ലേ, ഈ ചെയ്തേക്കുന്നില്ലേ, ഇവിടുന്ന് വേണം എടുക്കാൻ. ഓക്കെ, അവിടുന്ന് വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാ വന്നെ. സർ ഫസ്റ്റ് കോളം ഇതല്ലേ, ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ സാർ? 0 എടുക്കാൻ പറ്റുമോ? 0 ആണ് വന്നേക്കുന്നതെങ്കിൽ 0 എടുക്കണം. 6 മൈനസ് 0 6, 15 മൈനസ് 0 15, 1 മൈനസ് 0 1, 0 മൈനസ് 0 0. ദ സെയിം തിങ് വിൽ റിപ്പീറ്റ്. എന്ത് ചെയ്യും? സെയിം റെപ്പറ്റേഷൻ. 6 15 1 0. 6 15 1. അടുത്ത കോളം വരുമ്പോഴോ സാറേ ഇവിടെ 0 ഉണ്ട്. എത്രയാണ്? എത്ര വരുന്നത്? 0 0 5 എന്നാണ്. അതിലും വ്യത്യാസമൊന്നുമില്ല. 0 0 5. അടുത്തത് നെക്സ്റ്റ് വൺ ഏതാ വരുന്നത്?
ഈ കോളം അതിനകത്ത് വ്യത്യാസം ഉണ്ടോ? ഇല്ല, കാരണം 0 വരുന്നുണ്ട്. 11, 21, 0, 20. 11, 21, 0. ലാസ്റ്റ് വൺ ഏതാ വരുന്നത്? ഇവിടെ 0 ഉണ്ടോ? ഇല്ല. ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 28 ആണോ? 16 ആണോ? 14 ആണോ? ദിസ് വൺ 13 ആണ്. 13 എല്ലാത്തിൽ നിന്നും കുറയ്ക്കുക. 13, 28 മൈനസ് 13 എത്ര വരും? 28 മൈനസ് 13 15. 13 മൈനസ് 13 0. 16 മൈനസ് 13 3. 14 മൈനസ് 13 1. ഇതാണ് വരുന്നത്. ഇതാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തേക്കുന്നത്? സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 ദിസ് ഈസ് കോളം ഓപ്പറേഷൻ. കഴിഞ്ഞു. സ്റ്റെപ്പ് 4 എന്തുവാ? ഡ്രോ മിനിമം നമ്പർ ഓഫ് ലൈൻ ടു കവർ മാക്സിമം 0. എന്താ ചെയ്യാൻ പോകുന്നത്? മാക്സിമം 0 കവർ ചെയ്യുക. വര വരയ്ക്കുക. 0 വെട്ട് കളിക്കത്തില്ലേ അല്ലേ? നമ്മൾ ഈ ബിങ്കോയോ എന്തൊക്കെയോ കളികൾ കളിക്കത്തില്ലേ? ഇങ്ങനെ വെട്ടി 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 കളയുന്നത് അല്ലേ? 0 വെട്ടുക. എങ്ങനെ വെട്ടാൻ? തോന്നിവാസം. ഇന്നാ പിടിച്ചോ, ഒരു വെട്ട്, ഒരു വെട്ട്, ഒരു വെട്ട്, ഒരു വെട്ട്. അങ്ങനെയാണോ? അല്ലെ ഇങ്ങനെ 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 ആണോ? അല്ല. എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡ്രോ മിനിമം നമ്പർ ഓഫ് ലൈൻ ടു കവർ മാക്സിമം 0. എന്ത് ചെയ്യുക? മിനിമം ലൈൻ കൊണ്ട് മാക്സിമം 0 കവർ ചെയ്യും. മിനിമം ലൈൻ കൊണ്ട് എന്ത് ചെയ്യുക? അതിന് നമുക്ക് നമ്മുടെ ബോധം ഉപയോഗിക്കണം, ബുദ്ധി ഉപയോഗിക്കണം. എന്താ നമ്മൾ ചെയ്യുന്നത്? സാറേ ഞാൻ ഇത് ഇതങ്ങ് വെട്ടി, ചുമ്മാ ഇതങ്ങ് വെട്ടി, അടുത്ത ഇതങ്ങ് വെട്ടി, ഇങ്ങനെ വെട്ടി, ഇങ്ങനെ വെട്ടി. അങ്ങനെയല്ല. ഡ്രോ മിനിമം നമ്പർ ഓഫ് ലൈൻ. കുറവ് ലൈൻ കൊണ്ട് മാക്സിമം 0 വെട്ടുക. ഇത് അതിൻ്റെതായ സ്റ്റെപ്പുകളാണ് അല്ലെ? മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളല്ലേ? അപ്പൊ നമ്മളത് ഫോളോ ചെയ്യണം. ഓക്കെ സാർ, എങ്ങനെ മിനിമം ലൈൻ കൊണ്ട് വെട്ടുന്നത്? അപ്പൊ നമ്മൾ നോക്കിയേ, 0 എവിടെങ്കിലും റോയിലോ കോളത്തിലോ ഇങ്ങനെ ചരിച്ചൊന്നും വെട്ടാൻ പറ്റൂല. അത് മനസ്സിലായിക്കോണം. അല്ലേ? ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വെട്ടാനൊന്നും പറ്റൂല. ഒന്നെങ്കിൽ ഇങ്ങനെ നേരെ, അല്ലെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ ആണ് വെട്ടാൻ പറ്റുന്നത്. അപ്പൊ സാറേ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇനി എന്ത് ചെയ്യും അല്ലയ്യ? അല്ലെ, നോക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ 0 വരുന്ന റോ ഓർ കോളം ഉണ്ടോ എന്ന് നോക്കണം അല്ലേ? നോക്കിയേ, ഇവിടെ ഒരു 0 ഉള്ളൂ, ഇവിടെ 2 0 ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു വെച്ചോണേ, ഈ രണ്ടാമത്തെ ലൈനിൽ 2 0 ഉണ്ട്. ഇവിടെ വരുമ്പോഴോ 1 0 ഉള്ളൂ. ഇവിടെ വരുമ്പോഴോ 1 0 ഉള്ളൂ. ഇത് റോ മാത്രം നോക്കിയാൽ മതിയോ? കോളം നോക്കണം. ഈ കോളത്തിൽ 1 0 ഉള്ളൂ അല്ലെ? ഇവിടെ ശ്രദ്ധിച്ചോണേ, 2 0 ഉണ്ട്. ഇവിടെയോ 1 0 ഉള്ളൂ. ഇവിടെ 1 0 ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് 2 എണ്ണം കിട്ടി. 3, 4 0 ഒക്കെ വരാം. അങ്ങനെ ഏറ്റവും കൂടുതൽ 0 വരുന്ന ഏതാണോ കേസ്, അതൊരൊറ്റ വെട്ട് വെട്ടുക. അതാണ് ഫസ്റ്റ്. ഓക്കെ, ആദ്യം വെട്ടണ്ടേ. എന്നിട്ട് അവിടുന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരിക. സാർ അതെ, ഇങ്ങനെ ഒരു വെട്ടോ, ഇങ്ങനെ വെട്ടോ അല്ലേ? അപ്പൊ 0 വെട്ടിപ്പോയി കഴിഞ്ഞാ പിന്നെ ആ 0 നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വെട്ടി കളഞ്ഞതാ. ഓക്കെ സാറേ, ഇത് വെട്ടിക്കഴിഞ്ഞാൽ 2 0 പോകും. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാലും 2 0 പോകും. നോക്കിയേ, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടാം. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നിനക്ക് ഇങ്ങനെ വെട്ടണോ? ഇതാണ് 2 കേസ് അല്ലെ? നീ ഇങ്ങനെ വെട്ടിയാൽ പിന്നെ നമുക്കത് ഈ ഒരു വെട്ടലുണ്ടാവുമോ? അവിടെ 2 0 ഇല്ല, 1 0 മാത്രമേ ബാക്കിയുള്ളൂ. അത് പിന്നീട് എങ്ങനെയാലും വെട്ടിക്കളയാം. ഇനി നീ ഇങ്ങനെയാണ് വെട്ടുന്നതെങ്കിൽ ഈ 2 0 പോയി ഈ കോളം വെട്ടാന് ഇവിടെ എന്തില്ല, 1 0 ഉള്ളൂ. മറ്റേത് എന്ത് ചെയ്ത് ഓൾറെഡി വെട്ടിപ്പോയി അല്ലേ? സോ അതാണ് കേസ്. അപ്പം ഒന്നേ നിനക്ക് ഇങ്ങനെ വെട്ടാം, അല്ല നിനക്ക് ഇങ്ങനെ വെട്ടാം, നിന്റെ ഇഷ്ടം. നോക്കിയേ, ഞാൻ വെട്ടിക്കളയുവാണ്, ഞാൻ വെട്ടുവാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടാം. പ്രശ്നമുണ്ടോ? 2 2 ആണ്. വെട്ടിയാൽ 2 സെയിം എഫക്റ്റ് ആണ് അല്ലേ? ഇത് ഞാൻ വെട്ടിക്കളഞ്ഞു, ഹൊറിസോണ്ടലായിട്ട് വെട്ടി. ഇനി നോക്കിയേ, എത്ര 0 ബാക്കിയുണ്ട്? ഇനി നോക്കുക, ഏറ്റവും ചെറുത് ഏതാ? ഇവിടെ ഇനി ഇല്ല, 0 ഇല്ല. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. ഇതിന് കോമൺ ആയിട്ട് എന്തെങ്കിലും ലൈൻ ഉണ്ടോ? ഇങ്ങനെ പറ്റുമോ? ഇങ്ങനെ പറ്റുമോ? പറ്റത്തില്ലല്ലോ. കോമൺ ആയിട്ട് ലൈൻസ് ഇല്ലത്. ഈ 0 വന്നു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ വെട്ടിയാലും ഇങ്ങനെ വെട്ടിയാലും വേറെ ഒന്നിനെ വെട്ടി പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഈ 0 നമുക്ക് വെട്ടിക്കളയാം അല്ലേ? ഓക്കെ, എന്താ ചെയ്യുന്നത്?
സാറേ അപ്പൊ നേരെ വെട്ടണോ, ഇത് ഇങ്ങനെ വെട്ടണോ, ഇങ്ങനെ വെട്ടണോ? നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം. കാരണം അവിടെ വേറെ എഫക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഞാൻ ഈ കേസിൽ ഇത് ഇങ്ങനെ വെട്ടുക. അടുത്തത് സാറേ ഇനി 2 പൂജ്യം ഉണ്ട്, ഈ 0. ഇതുകൊണ്ട് ഇഷ്ടമുള്ളൊക്കെ എടുത്ത് വെട്ടിക്കോ. നമ്മൾ നോക്കണം എല്ലാം എന്താ ചെയ്തേക്കുന്നത്, നേരത്തെ 2 വന്നു, ഹയസ്റ്റ് നമ്പർ വന്നു, അത് നമ്മൾ എന്ത് ചെയ്തു, എടുത്ത് വെട്ടി അല്ലേ. ഇപ്പൊ എല്ലാ കേസുകളിലും ഇവിടെ വന്നപ്പോഴാണേലും അല്ലെ, ഇതിപ്പോ ഇങ്ങനെ വെട്ടിപ്പോയി, 2 വന്നു. ഇനി ഈ കേസ് നോക്കിയേ, ഈ വന്നതാണേലും ഒരു കോമൺ ആയിട്ടൊന്നുമില്ല. ഒന്നേ നിങ്ങൾക്ക് ഇത് ആദ്യം വെട്ടണോ, വെട്ടാം. ഇത് ഈ സൈഡിൽ നിന്ന് തുടങ്ങണോ, വെട്ടാം. അല്ലെ ഇവിടുന്ന് വെട്ടണോ, വെട്ടാം. ഇങ്ങനെ വെട്ടണോ, വെട്ടാം. പ്രശ്നമുണ്ടോ, ഇല്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് വൺ നോക്കിയേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 0 വെട്ടാം. സാറേ ഞങ്ങൾ ഇങ്ങനെ വെട്ടട്ടെയോ അതോ ഇങ്ങനെ വെട്ടട്ടെയോ? ഇങ്ങനെ വെട്ടും, ഇങ്ങനെ വെട്ടും. ഇഷ്ടമുള്ള പോലെ വെട്ടിക്കോ. എങ്ങനെ വെട്ടിയാലും എഫക്റ്റ് വേറെ 0 വെട്ടിപ്പോകാൻ പോകുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ കേസ് ഇതേ ഹൊറിസോണലായിട്ട് വെട്ടി. കഴിഞ്ഞ ഞാൻ വെർട്ടിക്കലായിട്ടാണ് വെട്ടിയത്, അതാണ് ഞാൻ ഹൊറിസോണലായിട്ട് വെട്ടി. കുഴപ്പമുണ്ടോ, ഇല്ലല്ലോ. ഇനി നോക്കിയേ എന്താ പറയുന്നത്, ആകെ ഒരു 0 ഉള്ളൂ. അവനെ എങ്ങനെ വെട്ടാം, നിനക്ക് ഇങ്ങനെ വെട്ടണോ, വെട്ടാം. ഇങ്ങനെ വെട്ടണോ, വെട്ടാം. ഞാൻ എന്താ താഴോട്ട് വെട്ടുക. Is it clear? അപ്പൊ ഡ്രോ മിനിമം നമ്പർ ഓഫ് ലൈൻ ടു കവർ മാക്സിമം 0. അപ്പോ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നമുക്കിത് ഞാൻ ആ തേർഡ് സ്റ്റെപ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ ഇത് ചെയ്തേക്കുന്നു. അങ്ങനെ ചെയ്യാൻ കുഴപ്പമുണ്ടോ, ഇല്ല. പക്ഷേ നമ്മൾ ഒരു നോട്ട് എഴുതുമ്പം സാർ കോൾ ഓപ്പറേഷൻ ചെയ്തു എന്നിട്ട് പിന്നെ നോക്കുമ്പോഴത്തേക്ക് എല്ലാം വെട്ടിക്കളഞ്ഞേക്കുന്നു, മനസ്സിലാവണ്ടേ? ഇങ്ങനെ നമുക്ക് ചെയ്യാം. പ്രശ്നമുണ്ടോ, പ്രശ്നമില്ല. ഇങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ? അതായത് കോൾ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്, അങ്ങ് വെട്ടിക്കളയുക, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്കത് പഠിക്കാനുള്ള ഒരു നോട്ട്, ഒരു വൃത്തിക്കൊരു നോട്ട് വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുവാണ്, ഞാൻ ഇവനെ ഇച്ചിരി മാറ്റി വെക്കുവാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കട്ടെ. ഈ സാധനം ഞാൻ മുകളിൽ ഒന്നുകൂടെ ഒന്ന് എഴുതി വെക്കുക. ജോബ് വർക്കർ 1 2 3 4. നമ്മൾ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, എങ്ങനെയാണ് 6 0 11 15 15 0 21 0 1 5 0 3. പിന്നെ ലാസ്റ്റ് വൺ എത്രയാ വരുന്നത്, 0 4 20 1. അപ്പൊ നമ്മൾ എന്ത് എഴുതി വെക്കണം, സ്റ്റെപ്പ് 4 അല്ല ഇത്. ഇതേതാ സ്റ്റെപ്പ് അറിയാവോ കേട്ടോ, ഏതാ സ്റ്റെപ്പ്? സ്റ്റെപ്പ് 4 ആണ്. ഡ്രോ minimum number of lines to cover maximum 0. ഇതാണ് സ്റ്റെപ്പ്. ഓക്കെ, അതായത് നമ്മൾ നോട്ടിന്റെ വൃത്തിക്ക് വേണ്ടിയാണ്. നിങ്ങൾ എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, സമയം ഒരുപാട് കളയാൻ പറ്റുമോ? സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, അല്ലേ? സമയം നമുക്ക് ഒരുപാട് കളയാനുണ്ടോ? കളയാനില്ലല്ലോ, അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് 4 കഴിഞ്ഞു. അപ്പൊ സ്റ്റെപ്പ് 4 നമ്മൾ ചെയ്തു. ഇനി അടുത്ത എന്താ അടുത്ത സ്റ്റെപ്പ്? ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ്. സ്റ്റെപ്പ് 5 എന്താണ്? സ്റ്റെപ്പ് 5 എന്താണ്? ഒപ്റ്റിമാലിറ്റി. ഇതാണ് സ്റ്റെപ്പ് 5. ഒപ്റ്റിമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. എങ്ങനെയാണ് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്? നോക്കിക്കേ,
ഫോർ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് റോ ഓർ കോളംസ്. അല്ലേ? ആണോ അല്ലയോ? ഒപ്റ്റിമൽ സൊല്യൂഷൻ എങ്ങനെയാ വരുന്നത്? ഒപ്റ്റിമൽ സൊല്യൂഷൻ എങ്ങനെയാ വരുന്നത്? ഒപ്റ്റിമൽ സൊല്യൂഷൻ എങ്ങനെയാണ്? നമ്പർ ഓഫ് ലൈൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോ ആൻഡ് കോളം അല്ല, പ്ലസ് അല്ല, റോ ഓർ കോളം. അല്ലേ? റോ ഓർ കോളം. അപ്പോ നോക്കിക്കേ, നമ്പർ ഓഫ് ലൈൻസ് number of row or column. നമ്പർ ഓഫ് ലൈൻ എത്ര വര ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്? വെട്ടിയേക്കുന്ന എത്ര വര ഉണ്ടാ? 1 വര, 2 വര, 3 വര, 4 വര, അല്ലേ? അപ്പൊ 4. ഇനി നെക്സ്റ്റ് കേസ് എത്രയാ? നമ്പർ ഓഫ് റോ ഓർ കോളം. എത്ര റോ ഉണ്ട്? 1 റോ, അല്ലെ? ഇത് രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ, നാലാമത്തെ റോ, അല്ലെ? 1 കോളം, 2 കോളം, 3 കോളം, 4 കോളം. അപ്പൊ 4 നമ്പർ വരുന്നത്. റോ ഓർ കോളം എത്രയാ? 4. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറിയ സംശയം ഇനി തോന്നാം, അപ്പൊ സാറേ റോ ഓർ കോളം 5 ആയിരുന്നല്ലോ, അല്ലേ? നമ്മള് ലൈൻസ് 4, ഇവിടെ എന്ത് ചെയ്തു? അഞ്ചാമത്തെ ഒരു റോയും വന്നു, അഞ്ചാമത്തെ ഒരു കോളം വന്നു, അഞ്ചാമത്തെ ഒരു റോയും വന്നു. അതിന്റെ അർത്ഥം എന്താ? സൊല്യൂഷൻ ഒപ്റ്റിമൽ ആയോ? ഒപ്റ്റിമൽ ആയിട്ടില്ല. കാരണം ലൈൻ 4 ഉള്ളൂ, വര എത്ര ഉണ്ട്? 4 ഉള്ളൂ. എത്ര റോ ഓർ കോളം ഉണ്ട്? 5 റോ ഓർ കോളം ഉണ്ട്. ഒപ്റ്റിമൽ ആയില്ല, ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? സോ നമ്പർ ഓഫ് ലൈൻ ഈക്വൽ ടു നമ്പർ ഓഫ് റോ ഓർ കോളം. 4 ഈക്വൽ ടു 4. സോ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. ഒപ്റ്റിമൽ ആണ്. നമുക്കിനി എന്ത് ചെയ്യാം? ഈ ഒപ്റ്റിമൽ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ. ഒപ്റ്റിമൽ ആയില്ലെങ്കിൽ ഒപ്റ്റിമൽ ആക്കാൻ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. ചില ബിരുദന്മാർക്ക് വീണ്ടും ഡൗട്ട് തോന്നാം, സാറേ റോ 4 കോളം 4, അതുകൊണ്ടല്ലേ 4 എന്നുള്ള സംഖ്യ എടുത്തത്? നമ്പർ ഓഫ് റോ ഓർ കോളം. ഇവിടെ അഞ്ചാമതൊരു കോളം കൂടെ ഉണ്ടായിരുന്നു. ഈ റോ ആണെങ്കിൽ 4 എണ്ണേ ഉള്ളൂ. അപ്പൊ 4 എടുക്കുവോ 5 എടുക്കുവോ? ABCDE 5 ABCDE ഉണ്ട്. വർക്കേഴ്സ് 4 ഉള്ളൂ. അപ്പൊ ഏതെടുക്കും? 4 എടുക്കോ 5 എടുക്കോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് അൺബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇത് ഈക്വൽ ആക്കിയിട്ടായിരിക്കും നമ്മൾ സ്റ്റെപ്പുകൾ ചെയ്ത് വരുന്നത്. 5 ഈക്വൽ ടു 5 ആക്കിയിട്ടേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്ത് പോവാൻ പറ്റുള്ളൂ. ആ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വരുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഡൗട്ട് മനസ്സിൽ നിർത്തിക്കൊണ്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടാകും. ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഒപ്റ്റിമലായി. ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ്, നമ്പർ ഓഫ് ലൈൻ 4, നമ്പർ ഓഫ് റോ ഓർ കോളം 4. സോ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. അല്ലേ? ഒപ്റ്റിമൽ അല്ലെങ്കിലാണ് ഇംപ്രൂവ് മെട്രിക്സിലോട്ട് പോകേണ്ടത്. അപ്പൊ നമുക്ക് ഈ കേസിൽ 6th സ്റ്റെപ്പ് ഉണ്ടോ? ഇല്ല. നമ്മൾ ഏതിലോട്ട് പോവുകയാണ്? അടുത്തത് 7th സ്റ്റെപ്പ്, അസൈൻമെന്റിലോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ സ്റ്റെപ്പ് 6 ആയിട്ട് വരും. അത് എത്രയാ വരുന്നേ? സ്റ്റെപ്പ് 6 പ്രൂവ് ചെയ്യാനില്ലാത്തതുകൊണ്ട് അസൈൻമെന്റ് ഓഫ് ജോബ്. അസൈൻ ചെയ്യുക. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അസൈൻ ചെയ്യാൻ പോവാണ്. എങ്ങനെയായിരിക്കും അസൈൻമെന്റ്? ഇതാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഒന്നുകൂടെ എടുത്തെഴുതണം, അല്ലേ? ജോബ് ABCD, വർക്കർ 1 2 3 and 4, അല്ലേ? എങ്ങനെയാണ് നമ്മളിപ്പോ ചെയ്ത് വന്നിരിക്കുന്ന ഏത് കോളവാ? അല്ലെ, കോളമൊക്കെ ചെയ്ത് ഇവിടെയാണ്, ഇതല്ലേ? അപ്പൊ ഈ ഫിഗർ എടുക്കണം. 6 0 11 6 15. നെക്സ്റ്റ് വൺ 15 0 21 0.
അടുത്തത് 1503. അടുത്തത് 0421. 0420. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എഴുതി വെച്ചു. എന്ത് ചെയ്തു? എഴുതി വെച്ചു. ഇനി നമ്മൾ അസൈൻ ചെയ്യാൻ പോവാ. ഓക്കെ, ഇത് ഒപ്റ്റിമൽ ആയി. നമ്മള് ക്വസ്റ്റനിൽ നിന്ന് എടുത്ത് റോ ഓപ്പറേഷൻ ചെയ്തു. റോ ഓപ്പറേഷൻ ചെയ്തെടുത്തു എടുത്തിട്ടാണ് കോൾ ഓപ്പറേഷൻ ചെയ്തത്. അത് ഒപ്റ്റിമൽ ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ആ കേസിൽ ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? നമുക്ക് ഒപ്റ്റിമൽ ആണ് എന്ന് നമുക്ക് കിട്ടി. എന്ത് കിട്ടി? ഒപ്റ്റിമൽ ആണ് എന്ന് കിട്ടി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? അസൈൻ ചെയ്യണം. സ്റ്റെപ്പ് 6 നമ്മുടെ മറ്റേത് വരാത്തോണ്ടാണ്. സ്റ്റെപ്പ് 6 അസൈൻ ചെയ്യുക. എങ്ങനെ അസൈൻ ചെയ്യും നോക്കിക്കേ. ആഫ്റ്റർ അറൈവിങ്, ഇതിൻ്റെ അകത്ത് മൊത്തം ലൈൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രോബ്ലത്തിൽ ഉള്ളതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആഫ്റ്റർ അറൈവിങ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എത്തിയാലേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിലോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? വി ഷാൽ അലോക്കേറ്റ് ദ ജോബ്സ് ആസ് ഇൻഡിക്കേറ്റഡ് ബൈ 0 എലമെന്റ്. ഈ 0 വന്നേക്കുന്നില്ലേ? ഈ 0 വന്നേക്കുന്നതനുസരിച്ചാണ് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലോക്കേറ്റ് ചെയ്യുന്നത്. ലൊക്കേറ്റ് ദി റോ. ഫസ്റ്റ് സ്റ്റെപ്പ് അസൈൻമെന്റില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാ പോകുന്നത്. എന്താണ്? ലൊക്കേറ്റ് ദി റോ വിച്ച് കണ്ടെയ്ൻ ഓൺലി 1 0 എലമെന്റ് അല്ലേ? അതായത് റോ കണ്ടുപിടിക്കുക. ലൊക്കേറ്റ് ദി റോ വിച്ച് കണ്ടെയ്ൻ ഓൺലി 1 0 എലമെന്റ്. ഒരു 0. അപ്പൊ നമ്മൾ ആദ്യത്തെ റോ എടുക്കുക. ആദ്യത്തെ റോ കോളമല്ല. ഈ റോയിൽ ഒരു 0 എലമെന്റേ ഉള്ളൂ. ആണോ അല്ലയോ? യെസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ ലൊക്കേറ്റ് ചെയ്തേ. അസൈൻ ദി ജോബ് കറസ്പോണ്ടിങ് ടു ദിസ് എലമെന്റ് ടു കറസ്പോണ്ടിങ് പേഴ്സൺ. അതായത് ആദ്യം റോകൾ എടുക്കുക. ആദ്യത്തെ റോയിൽ തന്നെ നമുക്ക് ഭാഗ്യമുണ്ട്. എത്രയേ ഉള്ളൂ? ഒരു 0 ഉള്ളൂ. അവിടെ ജോബ് അലോക്കേറ്റ്. അതിന്റെ അർത്ഥം ഒന്നാമത്തെ ആൾക്ക് ഏത് ജോലി കൊടുക്കുന്നു? ബി എന്ന് പറഞ്ഞ ജോലി കൊടുക്കുന്നു. ഓക്കെ, ഇനി നോക്കിക്കേ. അപ്പൊ സാർ അതെ അതിന്റെ താഴെ ഒരു 0 കിടക്കുന്നുണ്ട്. വരാം അല്ലേ? അത് കോളമാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട്. നമുക്ക് നോക്കാം. ക്രോസ് ഔട്ട് ദി സീറോസ്. ഇതാണ് ശ്രദ്ധിക്കണം. ഇഫ് എനി ഇൻ ദി കോളം. ക്രോസ് ചെയ്യുമ്പം കോളത്തിൽ എന്തെങ്കിലും 0 വന്നാലും, കോളം ചെയ്യുമ്പം നേരെ തിരിച്ച് റോയിൽ എന്തെങ്കിലും 0 വന്നു കഴിഞ്ഞാലും അത് ക്രോസ് ഔട്ട് ചെയ്യണം അസൈൻമെന്റിന് ശേഷം. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാൻ ഇച്ചിരി പാടാ. നോക്കാം. Cross out the 0 if any in the column corresponding to the element which is indicative of that particular job and particular person is no more available. നോക്കിയേ മക്കളെ, ഇവിടെ 1 എന്ന് പറഞ്ഞ ആൾക്ക് ഏത് കൊടുത്തു? ബി എന്ന് പറഞ്ഞ ജോബ് കൊടുത്തു. അപ്പൊ ഞാൻ താഴെ എഴുതുവാണ്. വർക്കർ ജോബ് ടൈം നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. 1 എന്ന് പറഞ്ഞ വർക്കറിന് ഏത് ജോബ് കൊടുത്തു? ബി എന്ന് പറഞ്ഞ ജോബ് കൊടുത്തു. വർക്കർ 1 ജോബ് ബി. ഇനി നോക്കിക്കേ, ഈ 0 എന്താ പറയുന്നത്? 2 എന്ന് പറഞ്ഞ വർക്കറിന് ബി എന്ന് പറഞ്ഞ ജോലിയല്ലേ പറയുന്നത്? അത് കൊടുക്കാൻ പറ്റുമോ? ഓൾറെഡി 1 നമ്മൾ കൊടുത്തില്ലേ? കൊടുത്തോ? ഓൾറെഡി 1 നമ്മൾ ഏത് ജോലി കൊടുത്തു? ബി എന്ന് പറഞ്ഞ ജോലി കൊടുത്തു. അപ്പൊ 2 ഇതിന്റെ അർത്ഥം എന്തോ? ഈ 0ത്തിന്റെ അർത്ഥം എന്താണ്? ബി എന്ന് പറഞ്ഞ ജോലി 2 കൊടുക്കുക. നടക്കുവോ? നടക്കില്ല. കാരണം അത് ഓൾറെഡി ആർക്ക് കൊടുത്തു? 1 കൊടുത്തു. അപ്പൊ ഈ 0 എന്ത് ചെയ്യുക? നമ്മൾ വെട്ടിക്കളയുക. ഈ 0 നമ്മൾ എന്ത് ചെയ്യുകയാണ്? വെട്ടിക്കളയുക. ഇനി നെക്സ്റ്റ് സെയിം കേസ്. ലൊക്കേറ്റ് ദി റോ വിച്ച് കണ്ടെയ്ൻ ഓൺലി 1 0 എലമെന്റ്. രണ്ടാമത്തെ റോ എടുത്തേ. സാറേ ഇവിടെ 2 0 ഉണ്ടല്ലോ. ഇല്ല മക്കളെ, 1 ഉള്ളൂ. വൈ? ഈ 0 വെട്ടിപ്പോയില്ല. ഇനി 0 ഉണ്ടോ? ഒരു 0 ഉള്ളൂ. ഇവിടെ അസൈൻ ചെയ്യുക. അതായത് എന്താ സംഭവിച്ചേക്കുന്നത്? രണ്ടാമത്തെ വർക്കറിന് ഏത് ജോലിയാ കൊടുത്തേക്കുന്നത്? ഡി എന്ന് പറഞ്ഞ ജോലിയാ കൊടുത്തത്. രണ്ടാമത്തെ വർക്കറിന് ഏത് കൊടുത്തു? രണ്ടാമത്തെ വർക്കറിന് ഏതാ ജോലി? ഡി എന്ന് പറഞ്ഞ ജോലി. ഓക്കെ, ഇനി സെയിം കേസ്. ഈ 2 കഴിഞ്ഞില്ലേ? ഓക്കെ, അത് അസൈൻമെന്റ് കഴിഞ്ഞു. ഇനി ആ റോ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സെയിം കേസ്. ലൊക്കേറ്റ് ദി റോ കണ്ടെയ്ൻ 1 0 എലമെന്റ്. ഇവിടെയും ഭാഗ്യത്തിന് ഒരു 0 ഉള്ളൂ. അസൈൻ ചെയ്യാല്ലേ? ഓക്കെ, ഇവിടെ നോക്കിയ മക്കളെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോളത്തിൽ എവിടെയെങ്കിലും 0 വരുന്നുണ്ടോ? വെട്ടിക്കളയാൻ. ഇവിടെ അസൈൻ ചെയ്തു അല്ലേ? ഡി എന്ന് പറഞ്ഞ ജോലി രണ്ടാമത്തെ ആൾക്ക് കൊടുത്തു. ഇനി ഇവിടെ വേറെ ഏതെങ്കിലും 0s ഉണ്ടോ? ഇല്ല, വെട്ടുന്നില്ല. അടുത്തത് ഇവിടെ 3ാമത്തെ റോയിൽ
ഒരു സീറോയേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്തുവാണ്? അതിന്റെ അർത്ഥം എന്തുവാ? മൂന്നാമത്തെ വർക്കറിന് സി എന്ന് പറഞ്ഞ ജോലി കൊടുക്കുക. മൂന്നാമത്തെ വർക്കറിന് സി എന്ന് പറഞ്ഞ ജോലി കൊടുക്കുക. ഇനി അതും കഴിഞ്ഞു. നാലാമത്തെ കേസ് എന്താണ്? ഈ റോയില് ഒരു പൂജ്യം ഉള്ളൂ, കൊടുക്കാല്ലേ. നാലാമത്തെ വർക്കറിന് എ എന്ന് പറഞ്ഞ ജോലി കൊടുക്കുക. അസൈൻമെന്റ് ചെയ്തു. ലീസ്റ്റ് ടൈമിലല്ലേ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ലീസ്റ്റ് ടൈം. സോ ഓൾവേസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടൈം എടുക്കാൻ എവിടെ വരിക? അത് മാക്സിമൈസേഷൻ ആകട്ടെ മിനിമൈസേഷൻ ആയിക്കോട്ടെ, ടൈം എടുക്കാൻ നേരെ എവിടെ വരിക? ദിസ് ഇസ് മൈ സ്ട്രിക്റ്റ് ഓർഡർ. ടൈം എടുക്കാൻ എടുത്തെഴുതാൻ എവിടെ വരിക? ക്വസ്റ്റ്യന് വരിക. അല്ല ആൻസർ ചെയ്ത് എടുക്കാൻ നിൽക്കരുത്. അതിൻ്റെ അകത്ത് ചില അപകടങ്ങൾ ചിലപ്പോൾ പതുങ്ങിയിരിക്കാം. ഓക്കെ, ആൻസർ ചെയ്തെടുക്കാൻ നിൽക്കരുത്. നമ്മൾ ഇവിടെ ഇത്ര എഴുതി നോക്കിയേ. ഒന്നാമത്തെ വർക്കറിന് ബി എന്ന് പറഞ്ഞ ജോബ് എത്ര ടൈം എടുക്കും അയാള്? ഒന്നാമത്തെ വർക്കർ ബി എന്ന് പറഞ്ഞ ജോബ് 40. ആ 40 ഇവിടെ എഴുതുക. ഓക്കെ, രണ്ടാമത്തെ വർക്കറിന് ഡി എന്ന് പറഞ്ഞ ജോബാണ്. രണ്ടാമത്തെ വർക്കറിന് ഏതാ കൊടുത്തേക്കുന്നത്? ഡി ആ. എത്ര കൊണ്ട് ചെയ്യും? 55. മൂന്നാമത്തെ വർക്കറിന് ഏതാ മക്കളെ കൊടുത്തേക്കുന്നത്? സി ആണ്. മൂന്നാമത്തെ വർക്കറിന് ഏതാ കൊടുത്തേക്കുന്നത്? സി ആണ്. 48. മൂന്നാമത്തെ വർക്കറിന് സി 48. നാലാമത്തെ വർക്കറിനോ? എ അല്ലേ. എത്ര സമയം കൊണ്ട് ചെയ്യും? നാലാമത്തെ വർക്കർ എ എന്ന് പറഞ്ഞ ജോലി 41. എത്രയാണ്? 41. സോ ഇതാണ് അലോക്കേഷൻ. നോക്കി എത്ര ടൈം എടുക്കും? 50, 40, 90, 130, 170, 178, 179, 184 മിനിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലോക്കേറ്റ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനകത്ത് അപ്പൊ സാറ് ഞങ്ങളെ ബാക്കി സ്റ്റെപ്പ് ഒന്നും പഠിപ്പിച്ചില്ലല്ലോ. എ ബി സി വരെ അല്ലേ വന്നുള്ളൂ. റിപ്പീറ്റ് ഫോർ ഡിയും പറഞ്ഞു. ബാക്കി ഇത് പഠിപ്പിച്ചില്ല. പിന്നെ ഏത് പഠിപ്പിച്ചില്ല? ഇംപ്രൂവ്ഡ് മെട്രിക്സ് പഠിപ്പിച്ചില്ല. പഠിപ്പിക്കാം, സമയമുണ്ടല്ലോ അല്ലേ. നമുക്ക് ഈ പ്രോബ്ലം ചെറിയ നമ്മളൊരു പ്രോബ്ലം വെച്ചിട്ട് നമ്മളങ്ങ് പഠിച്ചു, സംഭവം പഠിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഏതാണ്? ചിലപ്പോൾ വലിയ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? അസൈൻമെന്റ് ടെക്നിക്ക് സിമ്പിൾ അല്ലേ? നോക്കിയേ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്. ആദ്യം പ്രോബ്ലം മാക്സിമൈസേഷൻ ആണോ മിനിമൈസേഷൻ ആണോ എന്ന് കണ്ടുപിടിക്കുക. റോ ഓപ്പറേഷൻ ചെയ്യുക. എന്താ റോ ഓപ്പറേഷൻ? എന്താ? നമ്മുടെ മെട്രിക്സ് ഉണ്ടല്ലോ, ആ മെട്രിക്സിന്റെ അകത്തുനിന്ന് ഓരോ റോയിലെയും ഏറ്റവും ചെറിയ സംഖ്യ എടുത്തിട്ട് അതെന്ത് ചെയ്യണം? ആ റോയിൽ നിന്ന് മൊത്തം കുറയ്ക്കുക. എന്നിട്ട് കിട്ടുന്ന ആ ടേബിൾ എടുത്തിട്ട് കോൾ ഓപ്പറേഷൻ ചെയ്യുക. എന്താ കോൾ ഓപ്പറേഷൻ? ഓരോ കോളത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ, ഈവൻ ഇഫ് ഇറ്റ് 0 നിങ്ങൾക്ക് ചെയ്യാം. ഏറ്റവും ചെറിയ സംഖ്യ ബാക്കിയുള്ളതിൽ നിന്നും കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡ്രോ മിനിമം നമ്പർ ഓഫ് ലൈൻ ടു കവർ മാക്സിമം 0. മൂന്ന് ദിവസം വരയ്ക്കാനല്ല, അതിൻ്റെതായ രീതികളുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്? സ്റ്റെപ്പ് 5 ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ്. എന്താ? നമ്പർ ഓഫ് ലൈൻ ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലോർ കോളം. ഈക്വൽ ആണെങ്കിൽ ഒപ്റ്റിമൽ ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസൈൻ ചെയ്യാൻ പറ്റും. ഒപ്റ്റിമൽ അല്ലെങ്കിലോ എന്ത് ചെയ്യേണ്ടി വരും? ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. അസൈൻമെന്റ് എങ്ങനെ അസൈൻ ചെയ്യുന്നത്? ഓരോ റോയും എടുക്കുക അല്ലേ ആണോ? നമ്മൾ റോസ് നോക്കുക. ഫസ്റ്റ് വൺ റോസ് നോക്കുക. അതിൻ്റെ അകത്ത് ഒരൊറ്റ 0 എലമെന്റ് വരുന്ന റോസ് എടുക്കുക, അവിടെ അസൈൻ ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോളത്തിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സീറോസ് വെട്ടിക്കളയുക. വീണ്ടും ഒരു 0 എലമെന്റ് ഉള്ള റോ എടുക്കുക. അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. എത്രയാ ടൈം വന്നേക്കുന്നത്? 184 മിനിറ്റ്സ്. ഞാൻ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലീസ്റ്റ് ടൈം ഇവിടെ എത്രയാ വരുന്നത്? 184. ക്ലിയർ? അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ അത്യാവശ്യം കുറച്ച് ടൈം എടുത്താ ചെയ്തത്. കാരണം ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇതെന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് പഠിപ്പിച്ച് തന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് ബാക്കി ഫ്രണ്ടിലോട്ട് പോവാൻ അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു പ്രോബ്ലം കഴിഞ്ഞിരിക്കും.